ഈ സിഹറോ കണ്ണോ നാവോ ഇതൊന്നും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതൊന്നും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ശരിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്താണ് വിശേഷം? സുഖല്ലേ? അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് ആളുകൾ ഇത്രയും വർഷങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. അതെന്താ നിങ്ങൾ ഉസ്താദേ, ഈ സിഹറോ കണ്ണോ നാവോ ഇതൊന്നും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതൊന്നും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമെന്ന്. ശരിക്ക് മരണം വരെ സിഹർ ഏൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മരണം വരെ കണ്ണേർ ഏൽക്കാതിരിക്കാൻ അങ്ങനൊരു അമലുണ്ടെങ്കിൽ ആ അമൽ എന്താ നിങ്ങൾ? അത് നമ്മുടെ ഇബാദത്താണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് സിഹർ ഏൽക്കാതിരിക്കാനും ഒരിക്കലും കണ്ണോ നാവോ സിഹർ ഇതൊന്നും ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും അമലുണ്ടോ ഉസ്താദേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒരു അമൽ പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ പറയണത് ഏറ്റവും വലിയ അമൽ, മരണം വരെ ഇത്തരം ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല അമൽ എന്താ അറിയുങ്ങൾ? അത് നമ്മുടെ ഇബാദത്താണ്. നമ്മളുടെ നിസ്കാരം, നമ്മളുടെ ഖുർആനോത്ത്, നമ്മളുടെ സ്വതക്കകൾ, ഇതൊക്കെയാണ് ഏറ്റവും വലിയ അമൽ കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. മരണം വരെ ഒരു മനുഷ്യൻ ഇബാദത്തിൽ മുഴുകി ദിക്റുകളും ഔറാദുകളും അസ്മാഹുൽ ഹുസ്നകളും അങ്ങനെ ഒരുപാട് ദിക്റും സ്വലാത്തും നിസ്കാരവും കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം അത്രയും വലിയ മാരണ സിഹർ വന്നാൽ പോലും ചെറുതായിട്ടൊന്നങ്ങോട്ട് തട്ടിയിട്ടേ പോവുള്ളൂ. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഉണ്ടാകും. ചിലപ്പോൾ ഈ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സിഹർ ചെയ്തതാണെങ്കിൽ പോലും ചിലപ്പോൾ കാലൊന്നും ഇങ്ങനെ വെച്ച് കുത്തിയിട്ടാണ് പോകും, ചെറിയ രീതിയിൽ. അതാണ് നമ്മൾ ഇബാദത്തിൻ്റെ പവർ. അപ്പോൾ നിസ്കാരം ഇബാദത്ത് എന്നോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ആളുകളുണ്ട് സിഹർ മാറ്റിയിട്ട് വീണ്ടും സിഹറാണെന്ന് പറയും. ഒരുപാട് സിഹർ മാറ്റി വീണ്ടും പോയി ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും പോയി ചോദിക്കുമ്പോൾ സിഹറാണെന്ന് പറയും. പെട്ടെന്ന് കണ്ണേർ ബാധിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണിത്. എപ്പോഴും സിഹറാണ്, എപ്പോഴും സിഹറാണെന്നുള്ളത്. ഈ അടുത്ത കാലത്ത് സിഹർ ബാധിച്ചിട്ട് ഒരു വിദേശത്ത് വലിയ ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ഒരാൾ, നല്ല കച്ചവടം ബിസിനസ്സൊക്കെ ഉള്ള ഒരാൾ, വിദേശത്ത് നല്ല അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് ആൾ. പക്ഷേ ആ ആൾ ഇന്ന് കഴിയുന്നത് എവിടെ അറിയോ? ഒരു വാടക വീട്ടിലാണ്. വലിയ വീട്, കാറ്, ബിസിനസ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾക്ക് ജോലി, സ്വതക്കകൾ കൊടുക്കുക, ആര് ചോദിച്ചാലും സഹായങ്ങൾ കൊടുക്കുക, പള്ളിക്കും, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വലിയ ഒരു കോടീശ്വരൻ. പക്ഷേ പാവം, ഇന്ന് ആ മനുഷ്യനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സിഹർ വന്ന് സകലതും നശിച്ച് തരിപ്പടായിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ തകർന്നു പോവും സിഹർ വന്നു കഴിഞ്ഞാൽ. അദ്ദേഹം പറയാ, ഉസ്താദെ, ജീവിതത്തിൽ ഒരാളെ നാട്ടിലിറങ്ങിയാൽ തന്നെ ഒരാളെ മുന്നിലൊന്ന് ഇറങ്ങിയിട്ട് നിൽക്കാൻ തന്നെ പേടിയാണ്. കാരണം എന്താ? അദ്ദേഹം ഒരു സമ്പത്തുള്ള ആളായിട്ടായിരുന്നു അദ്ദേഹം നാട്ടിലും കുടുംബത്തിലും ഒക്കെ അറിയപ്പെട്ടത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പര സൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ജനങ്ങളെങ്ങനെ അറിയിക്കും? ഇസ്സത്തിനെ ബാധിക്കുമല്ലോ. ഇതൊക്കെയാണ് ആ മനുഷ്യൻ പറയണത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഉള്ളവനെ ഇല്ലാതാക്കാൻ സിഹറിന് കഴിയും, കണ്ണേറിന് കഴിയും. നമ്മളൊക്കെ ഈ അവസാന നൂറ്റാണ്ടിലെ ചണ്ടി ചവറുകളാണല്ലോ. നമ്മളെടുക്കുന്ന ഫർളാക്കപ്പെട്ട നിസ്കാരം പോലും സ്വീകരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് നിസ്കരിക്കാൻ തന്നെ കറക്റ്റ് കഴിയണില്ല. ഖുർആൻ ഓതാൻ നമുക്ക് ശരിക്ക് കഴിയണില്ല. നമ്മളെ ഇബാദത്തുകളും നമ്മളെ സൽക്കർമ്മങ്ങളും കറക്റ്റ് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത്തരം മുസീബത്തുകൾ വരാതിരിക്കുക? പകർച്ചവ്യാധി അങ്ങാടി കൂടി പോയാൽ നമ്മളെ പെരി കയറിയിട്ട് നമുക്കൊക്കെ തന്നിട്ടേ പോകുള്ളൂ. പകർച്ചവ്യാധി, പനി, ജലദോഷം. ചില ആളുകളെ വീട് അങ്ങനെയാണ്. അപ്പുറത്ത് കൂടി പോയാൽ മതി, ഓനക്ക് ഇവിടെ പനിച്ചു. അങ്ങനെയാണ് ചില ആളുകൾ. ആരെങ്കിലും എന്തെങ്കിലും വെറുതെ പറഞ്ഞാൽ മതി, ഓന് വേഗം അത് ഏൽക്കും, കണ്ണേറായിട്ട് അല്ലെങ്കിൽ സിഹറായിട്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്.
ഇൻഷാ അല്ലാഹ്. അള്ളാഹു മാരക സിഹ്റിനെ തൊട്ടും മാരക മുസീബത്തുകളെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സിഹർ ഇല്ലാതിരിക്കാൻ, ഏൽക്കാതിരിക്കാൻ, ഈ മാരകമായിട്ടുള്ള കണ്ണേറോ സിഹറോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, ആരോ വരുന്നുണ്ട്. ഇന്ന് ചികിത്സ ഇല്ലാത്ത ദിവസമാണ്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചികിത്സാ റൂമൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ആരോ വന്നു. സൽമോ, ആരാ മോനെ? എന്തേ? പിന്നെ ഇവിടെ ചെല്ലാൻ വേണ്ടി ചെന്ന് പുസ്തകം വെച്ചാൽ ഇപ്പോൾ ഞാൻ വന്നതാ സ്കൂട്ടിമ്മ. ഒരു കാര്യം പറയാം, 10 മിനിറ്റ് ഇരുന്നോളൂ. ആ കുഴപ്പമില്ല, ഞാനൊരു റെക്കോർഡിങ്ങിലാണ്. ഒരു അമല് പറഞ്ഞുകൊടുക്കുക വീഡിയോയിൽ. ഒരു 10 മിനിറ്റ്. പറഞ്ഞോളാം. ശരി. വായിലാണ് അടിച്ചാണി മോനെ. സൽമോ, അപ്പോൾ എവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെയാണ്, പെട്ടെന്ന് സിഹർ ഏൽക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഉസ്താദേ, ഞങ്ങൾക്ക് സിഹർ ഏൽക്കാൻ പാടില്ല, ഒരിക്കലും ഞങ്ങൾക്ക് സിഹറോ കണ്ണൊന്നും ഏൽക്കരുത്, അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ, എന്ന് ഇടക്കിടക്ക് ചോദിക്കും ആൾക്കാർ. ഫോൺ വിളിച്ചാലും ചോദിക്കും, ഉസ്താദേ ഇതിൻ്റെ പിന്നാലെ നടന്ന് മടുത്തു, ഇതൊന്ന് ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു അമൽ. സൂറത്തുൽ ബഖറയിലെ, ശ്രദ്ധിക്കുക, സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? വത്തബഉ മാ തതുലു ശയാത്വീൻ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ആ ഒരു ആയത്ത്, ഈ ഒരു ആയത്തിൻ്റെ കളാണത്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൻ്റെ ഒരു കളം. ആ ആയത്തുകളൊക്കെ കൂടി എടുത്ത് അതതുകളാക്കി, ആ അതതുകളൊക്കെ കൂടി കൂട്ടി സുലാസിയിൽ കളമടക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കേൾക്കുന്ന ഉസ്താദുമാർക്കും അതേപോലെ തന്നെ ചികിത്സ ചെയ്യുന്ന ചികിത്സാരികൾക്കും ചിലപ്പോൾ അത് മനസ്സിലാവും. ആ ആയത്ത് നിന്നും അതിൻ്റെ അതത് പ്രകാരം എടുത്ത ഒരു സുലാസി കളമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് എന്ത് ചെയ്യണം? ഈ ഒരു ആയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പതിവാക്കണം. ഇതിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതി കൈ പിടിച്ചുകൊണ്ട് മാത്രം ആവില്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ കരുതരുത്. ഇതിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതി കയ്യിൽ പിന്നെ പിടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് മാത്രമാവില്ല. ഈ പേപ്പറിന് ഒരു ബറക്കത്തും ഈ പേപ്പറിനൊരു പവറും വേണമെങ്കിൽ അത് ആര് തരണം? അല്ലാഹ് തരണം. അതിന് നിങ്ങൾ എന്ത് വേണം? അള്ളാഹുവിൻ്റെ കലാമ് ഈ സൂറത്തുൽ ബഖറയിലെ ഈ 102-ാമത്തെ ഈ പറഞ്ഞ ആയത്തിനെ നിങ്ങൾ ധാരാളം ഓതണം. നിങ്ങളിങ്ങനെ ഓതി എഴുതി വെച്ചതിലേക്കൊരു പവറും കണക്ഷനും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിലേക്കൊരു കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങളിരുന്ന് ഇതൊക്കെ എന്ത് ചെയ്യുക? സുബൈക്ക് ശേഷം ഒരു വെള്ള പേപ്പറിൽ കറുപ്പ് മഷി പേന കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കള്ളി വരയ്ക്കുക. ആദ്യം ഒരു ചതുരം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ 3 കള്ളി വരയ്ക്കുക. 3 കള്ളി വരച്ചിട്ട് ഈ കളത്തിലുള്ള അക്ഷരങ്ങൾ അറബിയിൽ അങ്ങനെ ഓരോന്നും എഴുതി കൊടുക്കുക. ഇതിനൊരു റൂട്ടൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊന്നും മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിതിൽ കാണുന്നത് പോലെ അങ്ങോട്ട് എഴുതുക. നിങ്ങളെ നിയ്യത്ത് നന്നാക്കിയാൽ മതി. ഓക്കെ, നിങ്ങളിത് എഴുതിയിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യുക? ഒരു ലേശം അത്തറോ ഹൂദോ എന്തെങ്കിലും ഹൂദ് കത്തിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ പേപ്പർ എഴുതി ഇത് വരുന്ന പുക ഉണ്ടല്ലോ, ഈ ഹൂദ് കത്തിക്കുന്ന ഈ ഒരു പുക തട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ആ കളം ഇങ്ങനെ തട്ടിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇനി ഊതില്ലാത്തവർ ടെൻഷൻ ആവണ്ട, അത്തർ ഉണ്ടാവുമല്ലോ, അത്തർ എന്ത് ചെയ്യുക? എടുത്ത് തേച്ചിട്ട് അതിലിങ്ങനെ പതുക്കെ പുരട്ടി കൊടുക്കുക. ഒരുപാട് തേക്കരുത്, അപ്പം മഷി കലരും. ഒരുപാട് തേച്ചാൽ മഷി കലരും. അങ്ങനെ ആക്കരുത്, ലേശം എടുത്തിട്ട് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് മടക്കിയിട്ട് ഒരിക്കലും സിഹർ ഏൽക്കാൻ പാടില്ല എന്നുദ്ദേശിക്കുന്ന ആളുടെ പോക്കറ്റിൽ നല്ല വൃത്തിയിൽ മടക്കി പോക്കറ്റിൽ വെക്കുക. ശേഷം അന്നത്തെ ദിവസം ഇത്
പോക്കറ്റിൽ വെക്കുന്നതിന് മുമ്പ് എഴുതി അത്തറൊക്കെ പൂശിയതിന് ശേഷം ഈ സൂറത്തുൽ ബക്കറയിലെ 102 ഈ പറഞ്ഞ ആയത്ത് വത്തബഉമാതത്തുലു ഷയാത്തീൻ എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ അന്നത്തെ ദിവസം 101 തവണ മന്ത്രിച്ചിട്ട് ഇതിൽ ഊതുക. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൽ ഊതിയതിന് ശേഷം മടക്കിയിട്ടാണ് നിങ്ങളെ പോക്കറ്റിലോ പേഴ്സിലോ എവിടെയെങ്കിലും കരുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് അങ്ങനെ എടുത്തു വെക്കുക. ശേഷം നിങ്ങൾ അടുത്ത ദിവസം മുതൽ 101 തവണ ഓതേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം മുതൽ ഒരു 21 തവണ മുടങ്ങാതെ ഈ ആയത്ത് ദിവസം ജീവിതത്തിലൊന്ന് പതിവാക്കുക. ഏത് ഉറക്കത്തിൽ നിങ്ങളെ വിളിച്ചിട്ട് ഒന്ന് നീച്ചാൽ സൂറത്തുൽ ബക്കറയിലെ 102 ആയത്തൊന്ന് ഓദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തിൽ നീച്ചാലും നിങ്ങൾ അറിയാതെ സുലൈമാൻ എന്നുള്ള ഓതി തുടങ്ങണം. അതെന്ത് വേണം, അതിൽ നിങ്ങൾക്ക് അത്രയും ഇത് ബൈ ഹാർട്ടാകണം. അത്രയും ഇത് നിങ്ങളിങ്ങനെ ചൊല്ലി ഇതുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ വരാനുണ്ട്. മനസ്സിലായോ? നമ്മൾ ചില ആളുകളുടെ നമ്പർ, ചില ആൾക്കാരുടെ നമ്പർ 80 75 95 13 00 അത് എൻ്റെ നമ്പറാണ്. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഞാൻ കാണാതെ പഠിച്ചു. ഏത് ഉറക്കത്ത് നീച്ചിനോട് ചോദിച്ചാലും ഞാൻ ആ നമ്പർ പറയും. എനിക്ക് അത് കിട്ടുമല്ലോ പറയാൻ. എന്നതുപോലെ നിങ്ങളൊക്കെ നമ്പർ കാണാതെ പഠിച്ചിട്ട് നമ്മൾ പറയുമല്ലോ. എന്നതുപോലെ ഈ ആയത്ത് ഓതാൻ പറഞ്ഞാൽ ഏത് സമയത്തും ഓതാൻ കിട്ടണം. ആ രീതിയിൽ ഈ ആയത്തുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. മനസ്സിലായോ? ഞാൻ 21 പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി നിങ്ങൾ 21 തന്നെ പിടിച്ചണ്ട. എത്ര കണ്ട് നിങ്ങൾ അധികരിപ്പിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ അധികരിപ്പിക്കുക, ദുആ ചെയ്യുക. പടച്ചോനെ, മാരകമായ സിഹറിനെ തൊട്ടും മാരകമായ കണ്ണേറിനെ തൊട്ടും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ആ പേപ്പർ കയ്യിൽ സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാ അറിയോ? നിങ്ങൾ സിഹറും കണ്ണൊന്നും ഏൽക്കാതെക്കാനാണ്. സിഹറും കണ്ണൊന്നും ഏൽക്കാതിരിക്കാനാണ് നിങ്ങളിത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഈ സിഹറും കണ്ണും ഏൽക്കാതിരിക്കാനെന്നുള്ള നീയത്തോടു കൂടി വേണം ചെയ്യാൻ. നീയത്ത് നന്നാക്കണം. അപ്പോഴേ എന്താകുള്ളൂ, അള്ളാഹു നിങ്ങളെ നീയത്ത് പോലെ കാര്യങ്ങളാക്കി തരുള്ളൂ. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നീയത്ത് നന്നാക്കണം. മനസ്സിലായോ? അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മുത്തിലും മുത്തായ മുത്ത് മുസ്തഫ നബി തങ്ങളെ മുത്തിമാണ തീടുവാനായി മോഹമേറിന് കൽബിലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദരവായ പ്രവാചകർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ യഥാർത്ഥ ഹുബ്ബിങ്ങളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ നല്ലൊരു അമലും കൊണ്ട് നാളെ നമുക്ക് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വായിച്ചിട്ട് സമയമുള്ളതിനനുസരിച്ച് മറുപടിയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇർബദ് മീഡിയ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് 2ാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഫുള്ളായി, 2ാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അതിലൂടെ ഗ്രൂപ്പിൽ കയറാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.